ഹായ് ഫ്രണ്ട്സ്, രാവിലെ തന്നെ അമ്മ കണ്ടെത്തുന്നുണ്ടോ പണിയെടുക്കുന്നുണ്ട്. എന്നാ പണിയെടുക്കുന്നത് നമുക്ക് പോയിട്ട് നോക്കിയിട്ട് വരാം. എന്നാ അമ്മ പണിയെടുക്കുന്നിടുന്ന് എന്തല്ലോ പച്ചക്കറി നട്ടുന്നു. ഇതാണ് അമ്മേൻ്റെ പച്ചക്കറി. മഴയായതുകൊണ്ട് മഴ പെയ്തുകൊണ്ട് ഇപ്രാവശ്യം കുറവാണ്. ഇവിടെ ചീരിയുണ്ട്. ഇത് ചുവന്ന ചീരിയാണ്. പിന്നെ ഇപ്പുറം പച്ചച്ചീര. അമ്മിപ്പാട തീടുന്നുണ്ട്. അമ്മേ, എന്തെല്ലാം അമ്മ നട്ടിന്? ചീര, കുമ്പളം, ഇത് ചുവപ്പ് ചീര, ഇത് പച്ചച്ചീര, പച്ചച്ചീരി അല്ലേ? ഇത് വെണ്ട. ഏതാ വെണ്ട? വെണ്ട. ഇത് വെണ്ട. പിന്നൊന്നുമില്ല. ഇത് താലോരി. താലോരി പന്തലിന് കയറാനായി. അപ്പോൾ പന്തലിടാൻ സമയം കിട്ടാതെ കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് പരമാവധി ഇന്ന് പന്തലിടാം. ഇത് താലോരി. കയ്പ നട്ടിട്ടില്ല? കയ്പ മുളച്ചിട്ടില്ല. പിന്നെ ഇത് മധുരക്കിഴങ്ങിൻ്റെ വെള്ളിയാണ് നട്ടത്. ചക്കരക്കിഴങ്ങല്ലേ? ചക്കരക്കിഴങ്ങെന്നും പറയും, മധുരക്കിഴങ്ങെന്നും പറയും. നമ്മൾ ചക്കരക്കിഴങ്ങെന്നാ പറയല്. മധുരക്കിഴങ്ങെന്നാണ് ശരിക്കും ഇതിന് പറയല്. നമ്മൾ ചക്കരക്കിഴങ്ങെന്ന് പറയും. പിന്നെ മത്തനോടുത്തു. മത്തൻ വെച്ചാൽ കുമ്പളം. അതായത് ഇതാണ് മത്തൻ. ഇതിൽ ഇളവനുണ്ട് മത്തനുണ്ട്. ഇളവൻ കുമ്പളങ്ങിയുണ്ട്, മത്തൻ കുമ്പളങ്ങിയുണ്ട്. രണ്ടും പിന്നെ ഏതാണെന്ന് അറിയാണ്ട് വെച്ചു പോയതാണ്. അപ്പൊ അതോ ദാടിയിലത് ഇളവൻ. അത് ഇളവനാ. ഇത് പിന്നെ പയര്. ഇത് മധുരക്കിഴങ്ങ്, അതായത് ചക്കരക്കിഴങ്ങ് തന്നെ. ഇങ്ങനെയെല്ലാം സെറ്റായി നട്ടിട്ട് എന്നിട്ടാകുമ്പം ബാക്കി എടുക്കാം നമുക്ക്. ഇത് പിടിക്കണം. ഇത് കണ്ട, ഇത് പച്ചച്ചീരിയാണ്. ഇത് നമ്മളിവിടെ വിത്ത് പാവിയിട്ട് മുളച്ചതൊന്നുമല്ല. കഴിഞ്ഞ വർഷം നമ്മൾ നട്ടിട്ട് അതിൻ്റെ വിത്ത് വീണിട്ട് ഇപ്രാവശ്യം വെള്ളമെല്ലാം വറ്റി കൊത്തിക്കളിച്ചിട്ട സമയം മുളച്ച് വരുന്നതാണ്. ഇതെല്ലാം ഉണ്ട്. മൊത്തതാ ഇവിടെ മൊത്തതാ പച്ചച്ചീരിയാണിതാ. കൊത്തിക്കളിച്ചിട്ട് മൊത്തം പച്ചച്ചീര മുളച്ച് വന്നിട്ടുണ്ട്. വെയിലിങ്ങനെ ഇതാ, നല്ല വെയിലടിച്ച് വരുന്നുണ്ട്. അമ്മ രാവിലെ കണ്ടെത്തിക്ക് ഇനിയാണ്. അടിയെന്ന് അമ്മ നടാൻ പോന്ന് ചീരയാ ചോപ്പാ? ചുവപ്പും പച്ചയാ? നമുക്ക് വളപ്പിലായിട്ട് നട്ട് കാണാൻ പോവല്ലോ. പച്ചമുളകാണ് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാ ഇതെല്ലാം. പച്ചമുളക്. അപ്പോൾ ഇതിന് മുട്ടിട്ടും കണ്ട, നല്ല പൂ കണ്ട. ഇത് മുട്ടിട്ടും പൂത്തും. അത് അങ്ങനെ ഇത് വഴുതിന്. ഇതും കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. വഴുതിനല്ലേ? ചട്ടി എല്ലാം കൃഷിഭവനിൽ നിന്ന് പിന്നെ എഴുതി കൊടുത്തിട്ട് എനിക്ക് കിട്ടിയതാണ്. അതുപോലെ ഈ ചീര ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് കുറച്ച് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഈ ചീരയെല്ലാം നട്ടതാണ്. അപ്പോൾ പിന്നെ വേറെ ഒരു വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടി കിട്ടീന്. അതവിടെ നട്ടിട്ടുണ്ട്. ചീരയാണ്, ചുവന്ന ചീര. ഇത് വിളാങ്കാത്ത ചീരയാ? വിളാങ്കാത്ത ചീര. ഇതാണ് വിളാങ്കാത്ത ചീര. അതാണ് ഇതിൻ്റെ ഇല ഇങ്ങനെ. ഇത് പിന്നെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തക്കാളിയാണ്. അപ്പോൾ അതിന് ഒരു കൂട്ടമെല്ലാം എൻ്റെ മോൻ പൊട്ടിച്ചെല്ലാം കളഞ്ഞിന്. ഞാൻ രണ്ടാമതും അതിനെ
ഇത്തിരി നുള്ളി ആക്കി ഇത്ര പൂത്തും കണ്ട നല്ലൊരു പൂവെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് വഴുതിന്, ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. ഇതും നല്ലൊരു ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തക്കാളി പായിന്, അതിന്ന് ഏകദേശം പൊരിച്ചിട്ട് വെക്കും. കണ്ട തക്കാളി പായിട്ട്. അതുപോലെ ഇതും കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. എല്ലാം കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ എൻ്റെ മോനാടെ ഒരു പറങ്കി കണ്ട, ആ പറങ്കി എൻ്റെ മോൻ്റെ പണിയാണ്. അത് നല്ല പൂത്തതായിരുന്നു. അപ്പോൾ എന്താ കൃഷിയുടെ പണിയാണ് ഇത്, മോൻ്റെ പണിയായത്. ഞാനിട്ട് അതിന് വെള്ളം ഒഴിച്ചിട്ട് അതിന് വേര് അടിയിൽ നിന്ന് വരുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇത് കൃഷിഭവനിൽ നിന്നിട്ട് പറങ്കിത്തായി. അപ്പോൾ അതിൻ്റെ ചപ്പിനെല്ലാം ഒരു കണ്ട ഒരു മുരടിപ്പ് വരുന്നുണ്ട്. അതിന് ഞാൻ ഇന്ന് കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഈ കുമ്പളം കണ്ട, കുമ്പളുണ്ട്. കുമ്പളം എന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് ഞാൻ വെറുതെ ഒരു കഷ്ണം കുമ്പളങ്ങ വാപ്പിയുടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് മുറിച്ചിട്ട് ഇങ്ങോട്ട് ബേസ് ചാടിയതാണ്. അപ്പോൾ അത് മുളച്ചിന്. അപ്പോൾ നല്ലതൊരു കാണാൻ വൃത്തി, ഒരു നല്ലൊരു ഇതുണ്ട്. അതിനുള്ളൊരു ചപ്പിനൊരു വെള്ള കുത്ത് വരുന്നു. കുറച്ചാകുമ്പോക്കിൽ ഈ കുമ്പളത്തിൻ്റെ ഒരു ഇത് കണ്ട വെള്ളക്കുത്തി വരുന്നല്ലേ. ഇതിനെന്തെങ്കിലും ഒരു ആർക്കെങ്കിലും അറിയാമെന്നെങ്കിൽ ഒരു വഴി പറഞ്ഞു തന്നാൽ നമ്മൾ അതുപോലെ ചെയ്യാം. ഇവിടെ കുറച്ച് ചീര പായതാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് അതിൻ്റെ മേലെ കയറി ചവിട്ടി അത് ഒന്നിനും കൊള്ളാണ്ടാക്കി. കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് കിട്ടീനി. അതൊന്നിട്ട് അവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാടെ പൊരിച്ച് വെച്ചിട്ട് ഇതാ പൊത്തി വെച്ചിട്ടുണ്ട്. അടിയും വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതാ അപ്പുറത്തും വെച്ചിട്ടുണ്ട്. നമ്മളിപ്രാവശ്യം ഇവിടെ മഞ്ഞൾ നട്ടുകൊണ്ടാണ് നമുക്ക് ചീര നടാൻ കഴിയാനി. അതുകൊണ്ട് ഇപ്രാവശ്യം ചീര നട്ടത് കുറവാണ്. അല്ല ഇവിടെ മൊത്തം നമ്മൾ ചീരയാണ് നടല്. മഞ്ഞളിപ്പോൾ എന്താ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ പച്ചക്കറി മഴയായതുകൊണ്ട് വലിയൊരു ഉഷാറൊന്നും എനിക്ക് പറയാനില്ല. അല്ല ഇപ്രാവശ്യം പച്ചക്കറിയിലും കുറവാണല്ലേ. കാരണം എന്ന് വെച്ചാൽ ഒരു മഴ ഒരു ഇതായി, പിന്നെ ഒന്നും മുളക്കുന്നില്ല. അങ്ങനെയില്ല. ഒരു മറ്റേ ഈ സമയമാകുമ്പോഴേക്കും എനിക്ക് ഒരുപാട് പച്ചക്കറി പറിച്ച് ഞാൻ പീടിയെ കൊടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇക്കെല്ലാം. ഇതാട് കുമ്പളങ്ങിയുണ്ട്. അതിൻ്റെ അപ്പുറം വഴുതിനിയ നട്ടിട്ടുണ്ട്. ഇത് നമ്മളെ ജെറീൻ്റെ മരമാണ് അത് കാണുന്നത്. ഇതാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.